വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബ് ഫസ്റ്റ് വീഡിയോ ആയിട്ട് ബാഗത്തൊന്നും നോക്കണമെങ്കിൽ അപ്പോൾ ഞാൻ ചെറുത്ത 6 വയസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. 5 വയസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാനെന്താണ് പഠിക്കണതിൻ്റെ പണിയെടുത്തിട്ട് പരിപാടിയാണ്. അപ്പോൾ എനിക്കാണ് യൂട്യൂബ് ചാനൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാവും. നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാകും. അങ്ങനെ എല്ലാവരും അങ്ങനെ ഉണ്ടാവും. പക്ഷെ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഉണ്ടാവില്ല. കാരണം ഞാൻ ഇപ്പം എൻ്റെ ഉപ്പാൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കൂടെയാണ് എന്താണ് സ്കൂള് വെക്കേഷൻ ടൈമിൽ ഞാൻ ഒരു 2 മാസമായിരിക്കണം അവിടെ എൻ്റെ പണിയൊക്കെ ഉണ്ടാക്കണം. സ്കൂൾ പോയിട്ട് ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസമാണ് പിന്നെ അനിയനൊക്കെ ഇഷ്ടമാണ് ഒരു കാര്യം. അപ്പോ എന്താ എനിക്ക് എങ്ങനെ അതെന്താ അപ്പോ എന്താ അപ്പൊ എങ്ങനെയായാലും വീഡിയോസ് ഉണ്ടാവും. പിന്നെ പോസ്റ്റ് ലൈവ് ചെയ്യിക്കാൻ പറ്റില്ല. ഇഷ്ടമല്ലാത്ത കളവാണ്. അപ്പോ ഞാനാണെങ്കിൽ യൂട്യൂബില് ഏറ്റവും കുറെ അറിയാം. നിങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്യണം. ഇതേപോലെ യൂട്യൂബിൽ പോവാതിരിക്കട്ടെ. ആദ്യമായിട്ടെന്നല്ല തുടങ്ങുന്നത്. കുറേ ആയിരിക്കണം തുടങ്ങിയതൊക്കെ പോവാണ്. അപ്പോൾ ഞാൻ ചെറുതായോണ്ടാണ് യൂട്യൂബ് ചാനൽ കൂടുതൽ ട്രെയിലാണ്. പക്ഷെ ഫോൺ എന്തോന്ന് പറയുന്നത് എന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എങ്ങനെയൊക്കെ ഒരു സിൽവർ ഫ്ലൈബട്ടൺ കിട്ടിക്കണം പ്ലീസ്. കാരണം ഇത് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടും ഞാൻ ഉണ്ടാക്കിയാണ് യൂട്യൂബ് ചാനൽ. പക്ഷെ എൻ്റെ ഫ്രണ്ടാണ് ക്രിയേറ്റീവ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ടും ഉണ്ടാവും, ചില ഫ്രണ്ടും ഉണ്ടാവും, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോ എന്താ കാണാൻ പാടില്ലല്ലോ. അപ്പോ എന്നാലും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോൾ 7 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ചിലതിലൊക്കെ 40 ലൈക്സ് കിട്ടുമോ, 30 കിട്ടലുണ്ട് തോന്നുന്നു. ഞാൻ നോക്കലില്ല. അപ്പം അതിന് നമുക്ക് നോക്കേണ്ട ഒരു പരിപാടി ഉണ്ട്. ഇപ്പോൾ ഫുൾ ടൈം ക്ലാസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, എല്ലാവരും എനിക്ക് തോന്നുന്നത് കമൻറ്റിലൊക്കെ കമൻറ്റ് വരില്ല. ഒരു കമൻറ്റ് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതോ മങ്കീസ് എനിക്ക് തീരെ പറ്റിയിട്ടില്ല. പറയാൻ സത്യമായിട്ടും പറയാൻ തീരെ പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരാളെ വീഡിയോയിൽ ഇങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടുകളുണ്ട്. നമ്മുടെ അയൽവാസിത്തെ കുറേ ഫ്രണ്ട് ഉണ്ട്. നമ്മൾ ടോട്ടൽ 5 പേരാണ് ഫ്രണ്ട്സിലുള്ളത്. അപ്പോൾ ഇതോ മങ്കീസ് പറഞ്ഞാൽ ആദ്യം വിഷമം വരാം. ഞാനെൻ്റെ ഫ്രണ്ടിൻ്റെ വീഡിയോ ചെയ്തു. അത് ഒരു താത്തയാണോ കാക്കയാണെന്ന് പറയുന്നത് ഇതോ മങ്കീസിനെ. അതിന് യൂട്യൂബ് ചാനൽ ഒന്നുമില്ല, പക്ഷേ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ അടിച്ചിരിക്കുന്നില്ല. പക്ഷെ എന്നാലും അടിച്ചിട്ടും ഞാൻ ഡിലീറ്റ് ആക്കി. കാരണം ഇത്രയും ഇമോഷണൽ ആയിരിക്കണം. ഇത്ര ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. എനിക്ക് പറയാനൊന്നുമില്ല. സത്യം അറിയിക്കൂല. ഇതൊക്കെ സങ്കടം. ഡിലീറ്റ് ആക്കി. എത്ര വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളെ ക്ലാസ്സിൽ പോകണം, പഠിക്കണം. ഇത്ര കൊള്ളൂ. പക്ഷേ അപ്പോൾ എനിക്ക് ഇത്ര ഉള്ളു പറയാനുള്ളത്. യൂട്യൂബിൽ ഷെയർ ചെയ്യണം.
ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, കമന്റ് ചെയ്യണം, ഇത് ചെയ്യണം. ലൈക്കെങ്കിലും ചെയ്യും ഗൈസ്. ദൈവം വിചാരിച്ച് എഫോർട്ട് എടുത്ത് ഒന്ന് എന്താ പ്ലീസ്. ഓ ബൈ.